ഓക്കെ, അപ്പൊ നമ്മൾ നോഡൽ അനാലിസിസ് പഠിച്ചു, നോഡ് എഴുതാൻ പഠിച്ചു. വാട്ട് ഈസ് സൂപ്പർ നോഡ്? സൂപ്പർ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ട് നോഡ്. ഓക്കെ, രണ്ട് നോഡ് വിച്ച് ഇസ് നോട്ട് റെഫറൻസ് നോഡ്. ഈ നോഡും രണ്ട് നോഡാണ്. അതിന് അക്രോസ് ഒരു വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമുക്കൊരു പ്രശ്നം വരാത്തത് എന്തുകൊണ്ടാണ്? അത് ദിസ് റെഫറൻസ് നോഡ് അല്ലെ. ഒരെണ്ണം എന്ന് പറയുന്നത് റെഫറൻസ് നോഡ് അല്ലാത്ത എന്തെങ്കിലും രണ്ട് നോഡുകൾ തമ്മിൽ വോൾട്ടേജ് സോഴ്സ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതിനെയാണ് സൂപ്പർ നോഡ് എന്ന് പറയുന്നത്. ഇത് വലിയൊരു കോൺസെപ്റ്റ് ഒന്നുമില്ല, നമ്മൾക്ക് അറിയാവുന്ന ബേസിക്സ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അതായത് ബേസിക്കലി നമ്മൾ എന്താണ് നോഡൽ അനാലിസിസ് ചെയ്യുക? കറണ്ട് KVL അപ്ലൈ ചെയ്യുന്നു അല്ലെ, KVL അപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്യുക. സോ V1 എന്ന് പറയുന്നത് വെരി ഗുഡ്, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എഴുതാം. V1 വിൽ ബി ഈക്വൽ ടു എന്ത് ചെയ്യുക? V1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 വോൾട്ട് അല്ലെ. കാരണം എന്താണ്? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും റെഫറൻസ് നോഡും തമ്മിൽ വോൾട്ടേജ് ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 10 വോൾട്ട്. ഒരു വോൾട്ടേജ് സോഴ്സ് ഇസ് ഡയറക്റ്റ്. സോ അപ്പൊ റെഫറൻസ് നോഡുമായിട്ടാണ് വോൾട്ടേജ് സോഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഇറ്റ് വിൽ ബി വെരി ഈസി, കാൽക്കുലേഷൻ ഈസി ആവാം ചെയ്യും. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ റെഫറൻസ് നോഡ് അല്ല നമുക്ക് കേസ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കേസ് സൂപ്പർ നോഡിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ബേസിക് ഐഡിയ വെച്ചിട്ട് എഴുതാം. V2 എന്ന് പറയുന്ന നോഡ് ടൂവില് നമ്മൾ ഇക്വേഷൻ എഴുതാന്ന് വിചാരിച്ചോളൂ. V2 ഈ ഒരു നോഡില് നമ്മൾ ഇക്വേഷൻ എഴുതാം. സാധാരണ രീതിയിൽ എങ്ങനെ എഴുതാം? ഈ കറണ്ടിന്റെ എല്ലാം =0 നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, V2 ബൈ ഈ കറണ്ട്, ഈ I2 എന്നുള്ള കറണ്ട് ഞാൻ പറയുന്നത്. ഓക്കെ, കറണ്ട് എന്താണ്? V2 ബൈ പ്ലസ് ഈ കറണ്ട് I1 അല്ല, I1ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കറണ്ട് V2 മൈനസ് V1. I1 എന്താണ്? I1 എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2 ബൈ 2. ഈ ഒരു ലീവിങ് കറണ്ട്, ഇങ്ങോട്ടേക്ക് കറണ്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ പോസിറ്റീവ് ആണ്. V2 മൈനസ് V1, V1 ആ കറണ്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇവിടെ സൂപ്പർ നോഡിന്റെ പ്രശ്നം എന്താണ്? ഈ കറണ്ട് നമുക്ക് അറിയില്ല, റെസിസ്റ്റർ ഇല്ല അല്ലെ. റെസിസ്റ്റർ ഇല്ലാത്ത കാരണം നമുക്ക് കറണ്ട് അറിയില്ല. റെസിസ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? മൈനസ് V2 R റെസിസ്റ്റർ ഉണ്ടെങ്കിൽ V2 മൈനസ് 5 മൈനസ് V3 ബൈ R എന്ന് എഴുതാൻ പറ്റും. പക്ഷെ ഇവിടെ റെസിസ്റ്റർ ഇല്ല. റെസിസ്റ്റർ ഇല്ലാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ ഒരു ലീവിങ് കറണ്ടിന് നമ്മൾ എന്ത് ചെയ്യാം? കറണ്ടിന് നമ്മൾ എക്സ് എന്ന് എടുക്കും. എന്നിട്ട് എക്സ് ഈക്വൽ ടു 0. സെക്കൻഡ് നോഡിൽ, അതായത് നമ്മുടെ നോഡ് 3യിൽ എഴുതി. നോഡ് 3യിൽ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് കറണ്ട് എല്ലാം എഴുതാം. V3 ബൈ 6 അല്ലെ. V3 ബൈ 6 പ്ലസ് ഈ കറണ്ട്, ഈ ലീവിങ് കറണ്ട്, അതായത് I4ന്റെ ഓപ്പോസിറ്റ് ഉള്ള കറണ്ട് V3 മൈനസ് V1 ബൈ 4. V3 മൈനസ് V1 ബൈ 4. മൈനസ് V1 ബൈ 4 കറണ്ട്. അടുത്തത് പ്ലസ് ഈ കറണ്ട്, ഈ വോൾട്ട് ഇതാണ് നമുക്ക് വേണ്ടതല്ലേ. ഈ കറണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈന്ന് എടുക്കാം അല്ലെ. വേണമെങ്കിൽ പിന്നെ എടുക്കാം നമുക്ക്. പക്ഷെ ഇവിടെ എക്സ് തന്നിട്ടില്ലേ, നമുക്ക് എന്ത് ചെയ്തു? മൈനസ് എക്സ് എന്ന് എടുക്കാം. അതായത് ഇങ്ങോട്ട് വരുന്ന കറണ്ട് പ്ലസ് എക്സ് ആണെങ്കിൽ ഇവിടുന്ന് ലീവിങ് കറണ്ട് എന്താണ്? അല്ലെങ്കിൽ നമുക്കറിയാം അല്ലേ, എൻട്രിങ് കറണ്ട് എത്രയാ? എൻട്രി ചെയ്യുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് എക്സ് ഈക്വൽ 0 എന്ന് എഴുതും. ഇതാണ് നമ്മൾ ചെയ്തു, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ വൺ മോർ ഇക്വേഷൻ. ഇപ്പൊ ഇവിടെ നമുക്ക് എത്ര അൺനോൺ ഉണ്ടോ അത്രയും ഇക്വേഷൻസ് വേണം. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെയാണ് അൺനോൺ ഉള്ളത്? V1 V2, സോറി V1 അൺനോൺ അല്ല, നമുക്കുണ്ട് V2 V3 ആൻഡ് എക്സ്. 3 അൺനോൺ ഉണ്ട്, നമുക്ക് 2 ഇക്വേഷനേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഒരു ഇക്വേഷനും കൂടെ വേണം. ഇതെന്താണ്? V1 ഉം V2 ഉം തമ്മിലുള്ള റിലേഷൻ. V1 ഉം V2 ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? V1 V2 V2 മൈനസ് V3 എത്രയാണ് വരിക? നിങ്ങൾ നോക്കിക്കേ, V2 ഉം V3 ഉം തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 5. പ്ലസ് 5 ആണോ മൈനസ് 5 ആണോ എന്ന് എങ്ങനെ അറിയാം? എവിടെയാണോ പോസിറ്റീവ് കണക്ട് ചെയ്തേക്കുന്നത് അതെടുക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ V2ന്റെ അടുത്തല്ലേ പോസിറ്റീവ് വെച്ചേക്കുന്നേ. അപ്പൊ നമുക്ക് V2 മൈനസ് V3 5. ആ, എങ്ങനെയാണ് എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു. ഇവിടെ
റെഫറൻസ് നോഡുമായിട്ട്, അതായത് ഇവിടെയും ഇവിടെയും തമ്മിൽ V2 ആണുള്ളത്. അപ്പൊ ഒരു V2 ഇവിടെ കണക്ട്, ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ഈ പോയിന്റും തമ്മിൽ V2 ആണ്. ഈ പോയിന്റും തമ്മിൽ നമുക്ക് എന്ത് ചെയ്തു? -5 ആണ്. അതേപോലെ ഈ പോയിന്റും തമ്മിൽ ഇത് എത്രയാണ്? V3 ആണുള്ളത്. KVL എഴുതുക. KVL എഴുതുമ്പോഴത്തേക്കോ -2 -2 പ്ലസ് പോസിറ്റീവ് എടുത്താൽ +2 -5 -V3 = 0. ഈ ഒരു ലൂപ്പിൽ KVL എഴുതാം. ഇത് സെയിം പോയിന്റ് തന്നെയല്ലേ, റെഫറൻസ് നോഡ് തന്നെയല്ലേ, നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് V2 - V3 = 5 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഇക്വേഷൻ. 3 unknowns, 3 equation. We can solve this അല്ലെ. അപ്പൊ ഇനി സൂപ്പർ നോഡ് എന്താണെന്ന് പറയാം. സൂപ്പർ നോഡ് ഒരു ടെക്നിക് ആണെന്നൊക്കെ പറയാം, പക്ഷെ എന്താ പറയാ, എക്സാം കാണാതെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ എഴുതി, ഇനി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ എക്സിന് പകരം, ഓക്കെ, എക്സിന് പകരം ഒരു എക്സ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ -x ഉണ്ടല്ലോ, -x ഞാൻ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇപ്പുറത്ത് എഴുതി. ഇപ്പൊ ഈ ഒരു ഇക്വേഷന്റെ ഇപ്പുറത്തെ സൈഡിൽ എഴുതി. -x ആയിരുന്നു, മറന്നു പോകരുത്, ഇവിടെ -x ആയിരുന്നു, +x ആയി. ഓക്കെ, +x ആയി. അപ്പൊ എക്സിന് ഒരു വാല്യൂ കിട്ടി അല്ലെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ഒരു എക്സിന്റെ വാല്യൂവിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഈസ് V2/8 പ്ലസ് V2 - V1/2 പ്ലസ് V3/6 പ്ലസ് V3 - V1/4 ഈക്വൽ ടു, കാരണം ഇവിടെ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്, ഈക്വൽ ടു 0. ഈ ഒരു എക്സിന്റെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഈ ഇക്വേഷൻ നമ്പർ 1നെ നമ്മൾ എന്ത് ചെയ്തു? മാറ്റിയെടുത്തു. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇതാണ് സൂപ്പർ നോഡിന്റെ ഇക്വേഷൻ. ഇത് നമുക്ക് ഡയറക്റ്റ് സർക്യൂട്ടിൽ നിന്ന് എഴുതിയെടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ സൂപ്പർ നോഡ് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺസിഡറിങ് ദിസ് നോട്ട്സ് V1 ആൻഡ് V2, അല്ലെങ്കിൽ N2 ആൻഡ് N3, V1 അല്ല V2 ആൻഡ് V3. ഈ രണ്ട് നോഡിനെ നമ്മൾ സെയിം നോഡായിട്ട് കൺസിഡർ ചെയ്ത് ഒറ്റ ഇക്വേഷൻ എഴുതും. ഒറ്റ ഇക്വേഷൻ നോക്കിയേ, V2/8 എന്ന് പറഞ്ഞാൽ ഇത് അല്ലെ, V2/8 ദിസ് കറണ്ട് പ്ലസ് V2 - V1/2 ദിസ് കറണ്ട് അല്ലെ, V2 - V1/2 ദിസ് കറണ്ട് പ്ലസ് V3/6. ഇത് രണ്ടും ഒരു നോഡെന്ന് നമ്മൾ കൺസിഡർ ചെയ്തു. എന്നിട്ട് V3/6. പക്ഷെ V2 V3 അതുപോലെ തന്നെ എഴുതണം. V2 ഒരിക്കലും V3 എഴുതരുത്, വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, V3/6 and V3 - V1/6 4 V3 - V1/4 അത്രയും എഴുതി ഈക്വൽ ടു 0. അതായത് ഈ ഒരു ബ്രാഞ്ച് അവിടെ ഇല്ല, പക്ഷെ രണ്ടും 2 വോൾട്ടേജ് ആണ്, രണ്ടായിട്ട് കൺസിഡർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? സെക്കൻഡ് ഇക്വേഷൻ എന്ത് എഴുതാം? V3 0. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. ഒരു സംഭവം തന്നെയാണ് നമ്മൾ സാധാരണ നോഡൽ ഇക്വേഷൻ വെച്ചിട്ട് എക്സ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതും സെയിം തന്നെയാണ്. എന്താണെന്ന് ചെയ്യാനൊന്നുമില്ല. കൺസിഡർ ദീസ് ടു നോട്ട്സ് സെയിം നോട്ട്. ഒരു സിംഗിൾ നോഡൽ ഇക്വേഷൻ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാം. സിംഗിൾ നോഡൽ ഇക്വേഷനിൽ ഇത് രണ്ടും എഴുതുക. രണ്ടിലെ എൻറ്ററിങ് ആൻഡ് ലീവിങ് കറണ്ട് എഴുതുക. അവർ തമ്മിലുള്ള ഡിഫറൻസിന് 0 അല്ല, ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ബാക്കിയുള്ള പോർഷൻ നെക്സ്റ്റ്